മീൻ പിടിച്ചിട്ട് വീട്ടിൽ പോകും. ഒന്ന് വരുവാ, വാ 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 ചൂണ്ടെടുക്കാം, വാ ഇങ്ങോട്ട്. എടി ലിപ്സ്റ്റിക് അല്ല, ഇങ്ങോട്ട് വാ വാ വാ. എടി എടി കുറച്ചുകൂടി ഇടാൻ. ഇതാണ് നമുക്ക് മീന് തീറ്റ കൊടുക്കേണ്ട സാധനം. മീന് തീറ്റ കൊടുക്കണ്ടല്ലേ, മീനെ പിടിക്കേണ്ട സാധനം. സോറി, രണ്ടും കണക്കാ. നീ വരുമ്പോ തന്നെ മീൻ ഉറക്കും, നമ്മുടെ ഭക്ഷണം തരാൻ പൊട്ടനെത്തി. നമ്മുടെ അപ്പ ഇവിടെ ചൂണ്ട തളക്കാൻ മറന്നു എന്ന് പറഞ്ഞു. കൊറേ നാൾക്ക് ശേഷം ചൂണ്ടപ്പണിക്ക് ഇറങ്ങിയതാ, ശിവ തളക്കാൻ മറന്നു. നാളെ വന്നിട്ട് എല്ലാവരും ചോദിക്കും, യൂട്യൂബ് രക്ഷയുടെ അച്ഛനല്ലേ, യൂട്യൂബ് രക്ഷയുടെ അച്ഛനല്ലേ. അങ്ങനെ ഇച്ചിരി കൂടി പോയില്ലേ. ഇത് നനച്ച് റെഡിയാക്കാം, ഒക്കെ റെഡിയാക്കാം ഗൈസ്. നമുക്ക് ഫസ്റ്റ് മീനെ പിടിക്കണുണ്ടോ, ഫസ്റ്റ് വര, ഫസ്റ്റ് വരയില് ഫസ്റ്റ് മീൻ. എല്ലാം ശരിയാക്കി തരാം. ഇത് നമ്മളിങ്ങനെ ഇടുക, കാണിച്ചു എടാ അതിന് വേറെന്തോ സാധനം ഇടണ്ടേ, പൊങ്ങോ എന്തേലും ഇടണ്ടേ, മറ്റേ നൂലിന്റെ ഇവിടെ. ഇത് മീന് തീറ്റ കൊടുത്തിട്ട് വീട്ടിൽ പോന്ന നമ്മളില്ലേ, ഇതിന്റെ സൈക്കോളജി ഉണ്ട്. അതായത് ഈ ഇങ്ങോട്ടാ കാണിച്ചത്, ഇത് നമ്മളിത് ഇട്ട് കഴിഞ്ഞിട്ടില്ലേ, ഇങ്ങോട്ട് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞുതരാം. ഇരിക്കാൻ നേരം ഇത് ആ ചൂണ്ടയുടെ അവിടെ ഇങ്ങനെ ഇങ്ങനെ വെട്ടിപ്പോകുന്നൊരു ഇതാണ്. അതായത് ആ ഇത് അനങ്ങുന്നുണ്ട്, ഇങ്ങനെ ഒരു റൗണ്ട് റൗണ്ട് വരുന്നത് കണ്ട, അതാണ് ബൈറ്റ് എടുക്കുന്നത്. ഇങ്ങനെ ബൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചിട്ട് പോകുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യും. ബൈറ്റ് എടുത്തിട്ടില്ല, എന്താ ബൈറ്റ് എടുക്കാനത്, ബൈറ്റ് എടുത്തില്ലേ കൈ, കിട്ടുന്നില്ല കൈ, കിട്ടുന്നില്ല എന്നല്ല, കുത്തുന്നില്ല, ഒരു പൂഞ്ഞാട്ട് പോലും കുത്തുന്നില്ല. തളരരുത് അക്ഷയ്, നീ തളരരുത്. അവധി വല്ലോ വേണം. എന്താ അല്ലൊരു മാമൻ വന്ന് ഇവിടുത്തെ ചൂണ്ടിട്ടു മീനെ കിട്ടും. എടാ മാമന്റെ മക്കളായിരിക്കും ചെലപ്പോ. പായൽ ഉടക്കിട്ടെങ്കിലും ഒരു മീനൊക്കെ ഇട്ടിരുന്നെങ്കിൽ. മീൻ പിടിച്ചിട്ട് വീട്ടിൽ പോകുള്ളൂ. അക്ഷയ് അങ്ങനെ കടുത്ത വാക്കൊന്നും പറയരുത്. കണ്ട 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 ബൈറ്റ് എടുക്കുന്നുണ്ട് അതിന്റെ പോയി. ആ വേണ്ട വേണ്ട, അത് വേണ്ട. ഫോണെടുത്തിട്ട് പൂഞ്ഞാട്ടിനെ പിടിക്കാൻ പോണോ അടുത്ത്. അവിടെ ഇട്ടാ ചെലപ്പോ കണ്ട 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 പെമ്പിള്ളാരിട്ടാലേ മീൻ കിട്ടത്തുള്ളൂടാ. അത് കാറ്റടിച്ചു പോയതാടി. നീ അങ്ങനെ പറ. നമ്മൾ പുതിയ സ്പോട്ടിൽ വന്നിരിക്കുക. ഡെസ്റ്റിനേഷൻ നമ്പർ 2. ഇവിടുന്നെങ്കിലും വല്ല പൂഞ്ഞാട്ടയും കിട്ടിയാ മതിയായിരുന്നു. ചെറുതായിട്ട്. ഞാനിടും. രാവിലെ കാണിച്ചേ, നീ സ്കൂളിൽ പോയില്ലേ ഇന്ന്? സ്കൂളിൽ പോയില്ലേ? അതെന്തൊരു സ്കൂളിൽ പോയ വയ്യായിരുന്നോ? ഇവിടെയാണ് ഏറ്റവും താഴെയുള്ള സ്ഥലം. ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്ന് വീണ് മരിച്ചു വന്നിട്ട്. ഒരാള് ഇവിടെ വീണ് ഒഴുകി പോയാ? അക്ഷയ് കേറിക്കേ. ഒരു യൂട്യൂബറെ കിട്ടി. ആള് യൂട്യൂബർ എത്രയുണ്ട്? ചാനലിന്റെ പേരെന്താ? എന്ത് സീനുണ്ടോ നീ പറ. അക്ഷയ് എന്താ സ്പോട്ട് കിട്ടിയാ? മോനെ പ്രോ ചൂണ്ടയിടുന്ന ചെക്കനെ കിട്ടിയത്. നമുക്കൊരു ചെറിയ കുട്ടി യൂട്യൂബറിനെ കിട്ടിയിരുന്നു. ആൾക്ക് 4K സബുള്ള ഒരു ചാനലൊക്കെ ഉണ്ട് അല്ലേ? കിട്ടുവോ?
ഇവിടെ നിന്ന് ഇത്രയുള്ള സിനിമ ആൾക്കാരെ പഠിക്കുന്നു. മോനെ ആ പാലത്തിന് ഇവിടെ അവിടെ ശരി, നമുക്ക് തണലത്ത് പോയി നിൽക്കാം. നമ്മളിവൻ ഓരോ പാലത്തിനടിക്കുന്നുണ്ട്. എടാ ഞാൻ ബാംഗ്ലൂർ പോകും തിരിച്ചു. നോക്കട്ടെ, ഞാൻ ഞാൻ ചേഞ്ച് ചെയ്തു. കിട്ടുമെന്ന് തോന്നുന്നില്ല. നീ സൂക്ഷിച്ച് നിക്കണം കേട്ടല്ല. റോഡൊന്നും പോലും റോഡല്ല, നീ അങ്ങോട്ടൊന്നും പോലും. യൂസഫ് അലി. യൂസഫ് അലിയോ? You again? ഏത് പേരല്ലേ ഇതില് കിട്ടാന്നുണ്ടെങ്കിൽ മതി നമുക്ക്. കണ്ട ഗൈസ്, ഇനി വെള്ളത്തിൽ ഒറ്റക്കിട്ടിട്ട് ഇവര് രണ്ടുപേരും കൂടെ പോയി. എടാ ഞാൻ നിങ്ങളോട് വന്നല്ലേ, നമ്മള് വണ്ടി എടുത്ത് മോനെന്നാ അവിടെ പോയി നിക്ക്, ഞങ്ങള് ബാക്കി എടുത്തിട്ട് വരാം. ഓക്കെ വാ. ഗൈസ്, ഇതാണ് ഡെസ്റ്റിനേഷൻ നമ്പർ 4. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവേണ്ടി വരാതിരിക്കട്ടെ. എടാ മോനെ, ഇനി ഇവിടുന്ന് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? കൂടുതൽ ആൾക്കാരെ ഇവിടെയാ? നീ എന്താണ് ഞങ്ങളെ ഡെഡ് പോയിന്റിലോട്ട് കൊണ്ടുവരുവാണ്? അവിടെ പുലി കിടക്കണ്ട. ഇവിടുന്ന് ഇങ്ങോട്ട് ചാടണമെന്നല്ലേ? എന്നിട്ട് ഇവൻ ആദ്യം പറഞ്ഞത് എനിക്ക് പതിയെ പതിയെ വിശ്വാസമായിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവൻ നമ്മളെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നതാ. ആഴങ്ങളിലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക, പാമ്പിനെ കാണിച്ചു തരിക. ഞാൻ ആൾക്കാരെ വിളിച്ച് നീ വീണാലും അവനെ ആൾക്കാരെ വിളിച്ച് കൂട്ടാന്നടാ. ഇത് നമ്മുടെ 5ാമത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഇവിടെയും നമ്മൾ സക്സസ്ഫുള്ളി ഫെയിൽ ആയിരിക്കുന്നു. അപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് വീട്ടിൽ പോവാ. കുഞ്ഞു യൂസഫ് അലി വലുതാമ യൂസഫ് അലി ആവോ നീ? ഉറപ്പാ? മറ്റേ യൂസഫ് അലിന്റെ മറ്റേ യൂസഫ് അലിന്റെ ബന്ധുക്കാർ പോടാ. സീരിയസ്ലി? അമ്പോ അത് സീനായി. ഞാൻ ഭയങ്കര വലിയൊരു ഫാനാന്ന് പറയണേ. കേടാ കേടാ. എടി യൂസഫ് അലിയുടെ കസിനാന്നവൻ. ഏത് യൂസഫ് അലി? ആ അവനറിയാം അല്ലേ? വാ നമുക്കെന്നാ വീട്ടിലേക്ക് പോവാം. അവനുള്ളത് തന്നെയാണ് പറഞ്ഞ നമ്മൾ ആക്കിയതാണ്. അവന് പറച്ചില്ല ശൈലിയൊക്കെ എനിക്ക് തോന്നുന്നു അവനാക്കി. യൂസഫ് അലി തന്നെ അവന്റെ പേര് വിട്ടതെന്ന്. ഓ നിന്റെ പേര് യൂസഫ് അലി എന്നിട്ട് ആരാ? യൂസഫ് അലി ലുലുവിന്റെ ഓളത്. അശോ നൈസ് ടു മീറ്റ് യു. സൂക്ഷിച്ചു പോണേ. അമ്മ അമ്മ ഇഷ്ടം പോലെ കിട്ടി. സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ ഫോളോ ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക.